കണക്ക് കൂട്ടേണ്ടത് അല്ലേ? പത്താമുദയം എന്ന് പറയും പണ്ട് കാരണന്മാരൊക്കെ പറഞ്ഞ പത്താമുദയത്തിന് നട്ട് കഴിഞ്ഞാൽ അതുപോലെ പത്തായത്തിലും പൊന്ന് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വീട്ട്മാരിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നെ കുറ്റം പറഞ്ഞു വെള്ളം ഇറങ്ങില്ലെന്ന് പറഞ്ഞു. ഇല പഴുത്ത് കംപ്ലീറ്റ് ഉണങ്ങിക്കഴിഞ്ഞാലാണ് അതിൻ്റെ പാകം. പിന്നെ അതിന് ശേഷം ഒരു മാസം കൊണ്ട് കഴിഞ്ഞ് അതിൻ്റെ വിത്ത് എടുക്കാൻ പറ്റുള്ളൂ. മഞ്ഞൾ വിത്ത് മഞ്ഞൾ വിത്തിന് എടുക്കണമെങ്കിൽ ആവശ്യത്തിന് ഒരു മാസം കൊണ്ട് കഴിയണം. ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് എടുക്കണം. ഫെബ്രുവരിയിൽ എടുക്കണം. ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ എടുക്കുള്ളൂ. അല്ല, ഇത് ഞങ്ങൾ കുറച്ച് എടുക്കും, കാരണം പൊടിക്കാൻ വേണ്ടി, നമ്മുടെ ആവശ്യത്തിന് പൊടിക്കാൻ വേണ്ടി. അല്ല, ഇത് കിലോ കണക്കിന് ഉണ്ടാവുമോ? കിലോ കണക്കിനുണ്ടാവും. ഒരെണ്ണത്തിൽ 2.5 കിലോ ഒക്കെ ഉണ്ടാവും. ഏത് ഒരു ഗ്രോ ബാഗില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു ഗ്രോ ബാഗിൽ നിന്ന് നട്ടിട്ട് എടുത്തിട്ട് ഒരു 3 കിലോ കിട്ടി. ഒരു ഗ്രോ ബാഗ്. അപ്പോൾ ഏതിനായിരിക്കും? പ്രതിഭ ഞാൻ നടാറുള്ളത്. പ്രതിഭക്കാണ് മഞ്ഞൾ അധികം ഉണ്ടാകും, പിന്നെ കളർ അധികം ഉണ്ടാവും, കുറുക്കുമീൻ അധികം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രതിഭ മാത്രമേ നടാറുള്ളത്. ഇതിൽ നിന്ന് തന്നെ വിൽക്കാറുണ്ട്. ഇത് വിത്തിന് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിൽക്കാലോ? ഞങ്ങൾക്ക് പൊടിച്ച് നമ്മുടെ നിങ്ങളുടെ FPOയുടെ അഗ്രോ ബസാറിൽ വിൽക്കാൻ വിൽക്കാലോ? അങ്ങനെ അല്ലേ? അപ്പോൾ ഒറിജിനൽ മഞ്ഞൾപ്പൊടി കിട്ടുമല്ലോ. ഇപ്പം മഞ്ഞപ്പൊടിയല്ലേ ഇടണം? മഞ്ഞൾപ്പൊടി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിനുവേണ്ടി അങ്ങ് പൊടിപ്പിച്ച് അവിടെ വിൽക്കാൻ നേരത്തെ അങ്ങനെ. അപ്പോൾ ഇത് എത്ര ഗ്രോ ബാഗാണ് ഇവിടെ? ഇതിപ്പോൾ 100ഓളം ഉണ്ട്. 100 ഗ്രോ ബാഗുകളുണ്ട്. 100ഓളം. ഒരു കിൻഡല് മഞ്ഞൾ കിട്ടുമല്ലോ. ഒരു കിൻഡലല്ലല്ലോ. അപ്പോൾ ഒരു 10-100 കിലോ കിട്ടുമല്ലോ. കണക്കതാണല്ലേ? കിട്ടാൻ സാധ്യത ഉണ്ട് അല്ലേ? 150 കിട്ടണം എന്നുള്ളതാണ് പ്രതീക്ഷ. ഇതൊക്കെ മുള വന്നു തുടങ്ങിയല്ലോ. അത് പൊങ്ങി. അത് മുള വന്നു വെച്ചാൽ അത് വെത്തങ്ങനെ മുകളിലോട്ട് തന്നെയാണ് വിളഞ്ഞിട്ട്. അതെ. ഇനിയിപ്പോൾ ഇത് ഷാജി ചേട്ടൻ പറഞ്ഞ അത്രയും തന്നെ ഉണ്ടാവും. ഇത് കാരണം ഇതിന്റെ വണ്ണം കണ്ടാൽ നമുക്കറിയാം നല്ല ആരോഗ്യമുള്ളതാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ വിത്തിനും ചോദിച്ചിട്ടുണ്ട്. അവർക്ക് 2-3 വിത്തിനും. ഇത് എത്ര ഗ്രാം നടുവ്? ഒരു ഇതാ നടുവുള്ളൂ. ഇത്രയുള്ള വിരലിൻ്റെ അത്രയുള്ള ഒരെണ്ണം ഒരു 5-10 ഗ്രാം ഉണ്ടാവുള്ളൂ. 10 ഗ്രാം സാധനം അത്ര നാം നടണം അല്ലേ? ഞാൻ ഇച്ചിരി വെയിൽ വേണം സാധനം. ഇച്ചിരി വെയിൽ വേണം. സൂര്യപ്രകാശം നേരിട്ട് അടിക്കണമെന്നുള്ളതാണ്. അപ്പം ഞാനിവിടെയാണ് കംപ്ലീറ്റ് വെച്ചത്. അപ്പം അതിനുശേഷം കോവലം കൂടെ പറന്നു വന്നപ്പോൾ അതിനൊരു വെയിലില്ലെങ്കിൽ വിളവിനെ ബാധിക്കുമോ? വിളവിനെ ബാധിക്കും എന്നുള്ളതാണ്. പക്ഷേ വെയിൽ ഈ ലാസ്റ്റ് ആയപ്പോഴാണ് ഞാനിങ്ങനെ മാറ്റിയത്. അപ്പോൾ ഇതിൻ്റെ വിത്തല്ല വളം നമ്മൾ നടുമ്പോൾ തന്നെ അടിവളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, പിന്നെ കോഴിക്കാഷ്ടം നല്ലതാണ്. അല്ലാതെ ഇടക്കിടക്ക് വളം ഇട്ട് കൊടുക്കില്ല. അത് കഴിഞ്ഞിട്ട് വലുതായി കഴിയുമ്പോൾ കുറച്ചും കൂടെ പൊങ്ങി കഴിയുമ്പോൾ ഇലകളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി വളം കിട്ടും. പിന്നെ ഇടയ്ക്ക് ചാണകം, വെള്ളം. അപ്പോൾ ഒരു 3-4 പ്രാവശ്യത്തെ വളം ഇടൽ മതി. ഇപ്പം അമ്മ ഇതിനൊന്നും ചെയ്യണ്ട. വെള്ളമൊന്നും ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പൊടിച്ചു വരും. അപ്പം മറ്റേതിൻ്റെ ഗുണം. ഇപ്പം വെള്ളം ഒഴിക്കൽ നിർത്തി. എത്ര 8 മാസമായപ്പോൾ നിർത്തി. ഇനിയിപ്പോൾ തന്നെത്താനെ അതവിടെ നിന്ന് മൂത്ത് അതിന് സ്ലീപ്പിംഗ് ബെഡ് എന്ന് തന്നെ പറയണം, ഈ വിത്ത് ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഒരു മാസം കൂടിയിട്ട് ആ സമയത്ത് മണ്ണിലിരുന്ന് ഉണക്ക മണ്ണിലിരുന്ന് സ്ലീപ്പിംഗ് ബെഡ്, അതായത് ഈ മുള വരാനുള്ള സുഷുപ്തിയിലാണ് ഇപ്പൊ അല്ലേ? അതെ. അപ്പൊ മുള അല്ലാത്ത ബാക്കി ഭാഗങ്ങൾ അമ്മ എടുത്തിട്ട് ഉണക്കിയിട്ട്. അല്ലല്ല, മുള വരണമെങ്കിൽ നമ്മൾ വേറെ എടുത്ത് വെച്ച് വെറുതെ ചാണകവെള്ളം മുക്കി അല്ലെങ്കിൽ സൂഡോമോണസ് വെള്ളത്തിൽ മുക്കിയിട്ട് വെറുതെ നിരത്തിയിടും. ഇല്ല, തണലിട്ട് വെറുതെ മൂടിയിടും. അപ്പോൾ അവനങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ ഏപ്രിൽ മാസം നടുവുള്ളു. ഏപ്രിൽ മാസം ആകുമ്പോൾ 10 മുള വരും. മുള വരുമ്പോഴാണ് സാധനം നടന്നത്. അപ്പോൾ അതിന് പാകമായി എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ഇപ്പം പറിച്ച് കഴിഞ്ഞിട്ട് നട്ടാൽ മുളക്കലൊക്കെ മുളക്കും, പക്ഷേ ചീവ് മൂത്തിട്ടില്ലല്ലോ ഉള്ളിൽ. അപ്പോൾ അത് ചീഞ്ഞു പോകും. അത് ശരി. നമ്മൾ ഏപ്രിൽ ആണ് നടാൻ ഉദ്ദേശിക്കേണ്ടത്. കണക്ക് കൂട്ടേണ്ടത് അല്ലേ? പത്താമുദയം എന്ന് പറയും പണ്ട് കാരണന്മാരൊക്കെ പറഞ്ഞ. പത്താമുദയത്തിന് നട്ട് കഴിഞ്ഞാൽ അതുപോലെ പത്തായത്തിലും പൊന്ന് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏപ്രിലിൽ നട്ട് കഴിഞ്ഞാൽ 8 മാസം കഴിയുമ്പോൾ ഡിസംബർ ആവും. ഡിസംബർ ജനുവരിയിൽ പറിക്കാം. പിന്നെ നമുക്ക് വിത്തിന്റെ ആവശ്യത്തിനാണെങ്കിൽ ഒരു മാസം കൂടി ഇട്ടേക്കും അല്ലേ? എന്നിട്ട് പറിക്കാം. വിത്തും ഇതിനും കൂടി വില വ്യത്യാസം ഉണ്ടാവും. വിത്തിനും ഇതും വിത്തിന് വില വേണം. വിത്തിന് 150 രൂപ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം 1 കിലോക്ക്. മഞ്ഞളിന് മറ്റേന് 100 രൂപക്കൊക്കെ. അതല്ലേ? വിത്ത് 300 രൂപക്കൊക്കെ വിൽക്കുന്ന ആളുകളും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലത്തൊക്കെ വിൽക്കുന്നുണ്ട്. അത് സീസൺ ഇത് വിറ്റ് എല്ലാവരും വിറ്റ് കഴിയുമ്പോൾ ഓരോൾക്കാർക്ക് ഒരു പ്രോത്സാഹനം പറയും, എനിക്ക് നടാൻ. അപ്പോൾ വരുമ്പോൾ ഡിമാൻഡ് ആവും. അങ്ങനെയാണ് ആ വില കൂടുന്നത്. അങ്ങനെ വിത്തിന് ചിലപ്പോൾ വില കൂടാനും സാധ്യതയുണ്ടല്ലേ? ഷാജിച്ചേട്ടൻ അങ്ങനെ കൊടുക്കാറുണ്ടോ വിത്തിന്? ഞാൻ വിത്തിന് അങ്ങനെ തൂക്കി ഇതുവരെ കൊടുത്തിട്ടില്ല. നമ്മുടെ 5-6 കഷ്ണം ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കലാണ്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ പോരാ. കാരണം പരിചയമുള്ളവർക്ക് മാത്രമല്ല, പരിചയം ഇല്ലാത്തവർക്കും കിട്ടണ്ടേ? അതെ, അതാണ്. അപ്പോൾ അതുകൊണ്ട് വിലക്ക് കൊടുത്താലും തെറ്റില്ല. നാട്ടിലുള്ള എല്ലാവർക്കും കൊടുക്ക്.
ആ അതെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു നിസ്സാര വിലക്ക് കൂടുതൽ കോവല് പറിച്ച് വിൽക്കാറുണ്ടോ? ഓ ഒരു ഒന്നര കിലോ കോവൽ കിട്ടും. കോവല് കിട്ടും. അല്ലാതെ നിങ്ങളുടെ അഗ്രോ ഇതില് കൊണ്ടുപോയി വിൽക്കുമല്ലേ? ഷോപ്പ് ഉണ്ടല്ലോ, നല്ല നീളം കോവലാണ്. എവിടെയാണ് ഷോപ്പുള്ളത്? തൃപ്പൂണിത്തുറ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ, മുനിസിപ്പൽ സിവിൽ സ്റ്റേഷനിലെ പഴയ ഇവിടെ അല്ലേ, സിവിൽ സ്റ്റേഷനിലല്ലേ, പഴയ ബസ് സ്റ്റാൻഡ് അവിടെ. എന്താ ഷോപ്പിന്റെ പേരെന്താ? കലപ്പ അഗ്രോ ബസാർ. കലപ്പ അഗ്രോ ബസാർ, അതായത് നമ്മുടെ പള്ളുരുത്തി കളമശ്ശേരി ബ്ലോക്കിലെ കൃഷി ബ്ലോക്കിലെ 120 കർഷകർ കൂടി തുടങ്ങിയേക്കണാണ്. അവരുടെ വീട്ടിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി. മഞ്ഞളാണെങ്കിൽ മഞ്ഞപ്പൊടി, മഞ്ഞൾ, അങ്ങനെ പല സാധനങ്ങൾ. പിന്നെ തേങ്ങയാണെങ്കിൽ തേങ്ങ കൊണ്ടുള്ള ചമ്മന്തി, ചട്നി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതെല്ലാം വിൽക്കും അല്ലേ? അതായത് വാല്യൂ ആയിട്ട് സാധനങ്ങളാക്കി. അതെ 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 അല്ലേ? അപ്പൊ അത് ഗവൺമെന്റിന് ഒരു സഹായം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് അതിന് വല്ല സബ്സിഡി ഒക്കെ തരുമോ? സബ്സിഡി, അതായത് സബ്സിഡി ഇപ്പൊ ഞങ്ങൾക്ക് 10-12 ലക്ഷം രൂപയുടെ സാധനങ്ങൾ തന്നു കഴിഞ്ഞു ഞങ്ങൾക്ക്. അതെ അല്ലേ? മെഷീനറികൾ. സർക്കാരിന്റെ സഹായത്തിലാണ്, സർക്കാരിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതാണ് എല്ലാവരും കൃഷിക്കാരാക്കുക, എല്ലാവരും അതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അതാണ് കർഷകരുടെ ഗവൺമെന്റിന്റെ പോളിസി. അപ്പം അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കണില്ല പലരും. അതല്ലേ? അതാണ് പ്രശ്നം. ഇവിടെ സാധ്യതകളുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ലല്ലേ ഫലപ്രദമായിട്ട്. നിങ്ങളത് ഉപയോഗിക്കാൻ തീരുമാനിച്ച ആൾക്കാർ? ഞങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ സാധനങ്ങൾ, ഇപ്പം ഞാനവിടെ അവിയൽ കഷ്ണം അരിഞ്ഞ് വെച്ചെങ്കിലും, കോവക്ക ഇന്നിപ്പോൾ ഒരു 1.5 കിലോ കോവക്ക കിട്ടി. ആ കോവക്ക അരിഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചെങ്കിലും ആ കാലത്ത് കൊണ്ട് കൊടുക്കാം. ഇത് നല്ല ഒറിജിനൽ കോവക്ക, ഫ്രഷ് ആണല്ലോ, നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകണല്ലേ? അപ്പൊ മഞ്ഞളും അവിടെ നിന്ന് നമുക്ക് കിട്ടും, മഞ്ഞപ്പൊടിയൊക്കെ അവിടെ നിന്ന് കിട്ടും അല്ലേ? കലപ്പേന്ന് വാങ്ങിക്കാൻ പറ്റും അല്ലേ? ഇതിന് ഷായിച്ചേട്ടൻ്റെ ശീലച്ചേച്ചും ഷായിച്ചേട്ടനും കൂടിയാണ് അല്ലേ? ഷീല ഷാജി. പുല്ല് വരാതിരിക്കാൻ ഞാൻ വീട് മാറ്റിയിട്ടൊക്കെയാണ്. വീട് മാറ്റ്, ഇവിടെ പുല്ല് വരാതെ, അല്ലെങ്കിൽ നമ്മൾ പുല്ല് പറിച്ച് ഇങ്ങനെ മതി. ഞാനൊരു വീട് മാറ്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും എന്നെ കുറ്റം പറഞ്ഞു, വെള്ളം ഇറങ്ങൂലെന്ന് പറഞ്ഞു. ഷായിച്ചേട്ടൻ ഇതിൽ കൂടി വെള്ളം ഇറങ്ങൂലേ? വെള്ളം ഇറങ്ങും, വായു ഇറങ്ങും. വെള്ളവും വായുവും ഒക്കെ ഇറങ്ങും, പക്ഷെ നമ്മുടെ കൃഷിസ്ഥലത്ത് അനാവശ്യ പുല്ലുകൾ മുളക്കൂല അല്ലേ? അതാണ് കേട്ടോ. ഇത് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ ആളുകളുണ്ട് കമന്റിൽ കൂടി, പ്രകൃതിക്കാർ കുറേ ആൾക്കാർ പറഞ്ഞു. ഒരു കർഷകന്റെ വാക്കാണത്. കർഷകൻ പറഞ്ഞത് ഈ കൃഷിക്ക് ഏറ്റവും നല്ലത് ഇവിടെ കളപ്പുല്ല് മുളക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഈ വീട് മാറ്റിട്ടേക്കണത്. അപ്പോൾ ശരി ഷായിച്ചേട്ടാ. ഓക്കെ, താങ്ക് യു.